അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഒരു സത്യവിശ്വാസിയായ മനുഷ്യനുണ്ടല്ലോ, അവന്റെ മുമ്പിൽ അല്ലാഹ് എന്ന് പറഞ്ഞാൽ, അല്ലാഹ് എന്നവന്റെ മുമ്പിൽ പടച്ച റബ്ബിന്റെ പേരെന്ന് പറഞ്ഞാൽ വജിലത്തു ഖുലൂബുഹും, അവന്റെ ഹൃദയങ്ങൾ കിടങ്ങുകയാണ്, അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, അവന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. ജീവിതത്തിൽ ചെയ്തു പോയ അപരാധങ്ങൾ മുഴുവനും അവൻ ഓർമ്മ വരികയാണ്. അവന് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തു പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് തവക്കലേൽപ്പിച്ചവന് മടങ്ങുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ഏതു മനുഷ്യനാണ് അല്ലാഹ് എന്ന് പറഞ്ഞാ കൈവിറയ്ക്കുന്നതാരാ? അല്ലാഹ് എന്ന് പറഞ്ഞാ കണ്ണ് നിറയുന്നതാരാ? അല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോ ഹൃദയം പിടയ്ക്കുന്ന ഏതു പെണ്ണാണ് ഈ മജ്‌ലിസിലുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പ്രാവശ്യമല്ല, ഒരു കോടി പ്രാവശ്യം അല്ലാഹ് 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 എന്റെയും നിങ്ങളുടെയും ചെവിയുടെ ചാരത്ത് വന്ന് പറഞ്ഞാ നമുക്കൊരു മാറ്റമില്ലടോ, നമുക്കൊരു പേടിയില്ലടോ. പടച്ചവനെ, എന്തുകൊണ്ടെന്നറിയുമോ? നമുക്ക് അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാകുന്നില്ല. പഠിക്കേണ്ടതുപോലെ അല്ലാഹുവിനെ നമ്മൾ പഠിക്കുന്നില്ല, അറിയേണ്ടതുപോലെ അല്ലാഹുവിനെ അറിയുന്നില്ല. ആ പടച്ച റബ്ബിനെ കുറിച്ച് അറിയേണ്ട രീതിയിൽ അറിഞ്ഞിരുന്നെങ്കിൽ പേടിയാ സഹോദരാ. ആ അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് പേടിയുണ്ടാവുകയാ. പടച്ചവനെ, നമ്മളിൽ ആർക്കാ പേടിയുള്ളത്? അങ്ങനെ പേടിയുണ്ടാകുമായിരുന്നെങ്കിൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകുമായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ആകില്ലായിരുന്നോ? നമ്മൾ നന്ദി കെട്ടവരാകില്ലായിരുന്നോ? നമ്മൾ അഹങ്കാരികളാകില്ലായിരുന്നോ? പടച്ചവനെ മറന്നുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയില്ലായിരുന്നോ? പെങ്ങളെ, തലമറയ്ക്കാൻ നിനക്ക് മടിയല്ലേ മോള്? നിസ്കരിക്കാൻ നിനക്ക് മടിയല്ലേ മോള്? പടച്ചവനെ കുറിച്ച് പേടിയില്ലാതെ ഞാനും നിങ്ങളും ഇങ്ങനെ നടക്കുകയാ. എടാ ചെറുപ്പക്കാരാ, ഒരിക്കലും നീ തലതിരിഞ്ഞു പോകില്ലായിരുന്നോ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ കുറിച്ചും പേടിയില്ലടോ. പടച്ചവനെ, മരണത്തെ കുറിച്ച്, ഖബറിനെ കുറിച്ച്, നരകത്തെ കുറിച്ച്, മസ്റയെ കുറിച്ച്, ഹിസാബിനെ കുറിച്ച്, മീസാനിനെ കുറിച്ച്, സിറാത്തിനെ കുറിച്ച് ഉസ്താദന്മാര് വഅദ് പറയുന്നത് പോലും ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടമല്ല. എവിടെ പോയാലും ഈ മരണവും ഖബറും നരകവുമല്ലാതെ വേറെ ഒന്നുമില്ല, ഭയപ്പെടുത്തുന്ന വിഷയങ്ങളല്ലാതെ ഒന്നുമില്ല. ഇന്നത്തെ തലമുറയോട് എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും അവരനുസരിക്കുന്നില്ല. പടച്ചവനെ, എടാ മരണമുണ്ടടാ, ഖബറുണ്ടടാ, മസ്റയുണ്ടടാ. മോനെ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കടാ ചെറുപ്പക്കാരാ. ഇല്ലെങ്കിൽ അല്ലാഹു നരകം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഇന്നത്തെ തലമുറയോട് പറയുമ്പോ, പെങ്ങളെ, തലമറച്ചു നടക്കണേ, ഒരു മുടി പോലും പുറത്ത് കാണിക്കരുത്. അങ്ങനെ തലമുടി പുറത്ത് കാണിക്കുന്ന പെണ്ണിന് അല്ലാഹു നാളെ നരകത്തിന്റെ തീയാലുള്ള ഒരു തൊപ്പി നിന്റെ തലയിൽ ധരിപ്പിക്കുമെന്ന് പറയുമ്പോ, ഇന്നത്തെ യുവതലമുറ പറയുന്ന മറുപടി എന്തെന്നറിയുമോ? ഉസ്താദേ, ഇതൊക്കെ വേറെ ആരോടെങ്കിലും പോയി പറ, ഇതൊക്കെ പ്രായമുള്ളവരോട് പറ, വിദ്യാഭ്യാസമുള്ള ഞങ്ങളോട് പറയല്ലേ. സ്വപ്നലോകത്ത് ജീവിക്കുന്നത് എന്തിനാ ഉസ്താദ്? ഇന്നത്തെ തലമുറ പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്നാ, ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്നാ. എന്റെ ചെറുപ്പക്കാര് ചോദിക്കുന്നത്, ഉസ്താദേ, നിങ്ങൾ പറയുന്നത് നരകം അല്ലാഹു പടച്ചിട്ടുണ്ടെന്നാണ്. ഈ ലോകത്ത് എവിടെയോ നരകത്ത് അല്ലാഹുവാണ്. അല്ലാഹു ആ സൂര്യനെ അങ്ങ് താഴ്ത്തുകയാണ്. ചിന്തിക്ക് ചെറുപ്പക്കാരാ, അവിടെയാ മക്കളെ ചൂടനുഭവപ്പെടുന്നത്, അവിടെയാണ് ശരീരം വിയർക്കുന്നത്. അതാ ചൂടുള്ള നാളുണ്ട്, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ. ശീലത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. മോനെ, ഉമ്മ
ചോറ് വെക്കാറുണ്ടല്ലോ. പെങ്ങളെ, നീ അടുക്കളയിൽ ഭക്ഷണം വെക്കുന്നവളാണല്ലോ. ആ ചോറ് വെക്കുന്ന കലത്തിനകത്ത് കിടന്നിട്ട് ആ ചോറിങ്ങനെ തിളച്ചിട്ട് കലം നിറഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നത് കാണുന്നവളല്ലേ? എന്നാ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചിട്ട് അതാ തലച്ചോറ് അതാ നിന്റെ മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മസറ. എന്റെ പ്രിയപ്പെട്ട സഹോദര, അങ്ങനെ അല്ലാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോ അതാ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നരിക്കാൻ വരുന്നവനെ കളിയാക്കുന്ന കാലമാ. എന്റെ പ്രിയപ്പെട്ടവരോടെങ്കിലും ഞാൻ ഖുർആനിലെ ഒരായത്ത് പറഞ്ഞു തരാ. അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിതം ആസ്വദിച്ച് നടക്കുന്നവരോട്, മക്കളെ, പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ നിനക്ക് പറഞ്ഞു തരാ. എന്തു മറന്നാലും അത് മറക്കല്ലേ, എന്തു മറന്നാലും അത് മറക്കല്ലേ. ഏതായത്താ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും ഒന്നാമതായി ഇറങ്ങിയ ആയത്ത് നിനക്കറിയുമല്ലോ പെങ്ങളെ. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. പരിശുദ്ധമായ ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് ഇതാണല്ലോ. എന്നാൽ അവസാനത്തെ ആയത്ത് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്ത് ഏതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പഠിക്കണം പൊന്നുമോള്. അല്ലാഹുവിനെ മറന്നു നടക്കുന്നവരോട്, അല്ലാഹുവിനെ ധിക്കരിച്ച് നടക്കുന്നവരോട്, തോന്നിവാസികളെ പോലെ ഇഷ്ടമുള്ളത് തിന്നു കുടിച്ച് ആസ്വദിച്ച് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അവസാനത്തെ ആയത്തേതാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്തേതാ? ആയത്തൊരു ഭീഷണിയാടോ. ആ ആയത്ത് അല്ലാഹുവിന്റെ വല്ലാത്ത ഒരു ഓർമ്മപ്പെടുത്തലാ. ഏതായത്തെന്നറിയുമോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, അല്ലാഹു പറയുകയാ, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എങ്ങനെയാ ഉസ്താദ് നിങ്ങൾ പറയുന്നത് പോലെ എങ്ങനെ ജീവിക്കണം? നിങ്ങൾ പറയുന്നത് പോലെ ഹറാമ് കാണരുത്, ഹറാമ് പറയരുത്, ഹറാമ് ചെയ്യരുത്, ഇങ്ങനെ ജീവിക്കാനാണെങ്കിൽ വല്ല മനുഷ്യനില്ലാത്ത വനാന്തരങ്ങളിൽ പോയി ജീവിച്ചാലേ നിങ്ങൾ പറയുന്നത് പോലെ ജീവിക്കാൻ പറ്റൂ. ഇവിടെയാണെങ്കിൽ കാലഘട്ടം വളരെ മോശമാണ്. കാലഘട്ടമല്ലല്ലോ മോശം, കാലഘട്ടം എങ്ങനെയാണോ മോശമാകുന്ന? കാലഘട്ടത്തെ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. കാലഘട്ടമല്ല മോശം, ഈ കാലത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരാണ് മോശം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാനെ പേടിയുള്ള ആരാ ഉള്ളത്? അള്ളാനെ പേടിയുണ്ടായിരുന്നെങ്കിൽ ഈ വാഴലിൻ്റെ ആവശ്യമുണ്ടോ ചങ്ങാതി? ഇവിടെ ഈ വാഴലുകളുടെ ആവശ്യമൊന്നുമില്ലല്ലോ. അള്ളാനെ പേടിയുണ്ടെങ്കിൽ വാഴല് വേണ്ടല്ലോ. നമ്മൾ മനുഷ്യന്മാരുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് തെറ്റ് ചെയ്യാൻ ഇന്നൊരുത്തനും പേടിയില്ല എന്നുള്ളതാണ്. ഈ മൂക്കിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഈച്ചയെ പായിച്ച് കളയുന്നത് പോലെ തെറ്റ് ചെയ്യാൻ. പണ്ടൊരു വീടി വലി